ഒരു പ്രോഗ്രാം സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി കലാകാരന്മാരെന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു കലയാണ് നമ്മുടെ നൃത്തനാടകം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇവിടെ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. മൈക്കോറിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതാണ് മൈക്കോറിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രോഗ്രാമുകൾ പല സമിതികൾക്കും പല രീതിയിലും പല പ്രോഗ്രാമുകളും ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നേരെയായി അടുത്ത വർഷം നല്ലൊരു സീസൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രൊഡ്യൂസർ 3, 4, 5, 6 എൻ്റെ കണക്ക് കൂട്ടലാണെങ്കിൽ 10 ലക്ഷം രൂപ ഒരു സമിതി പുറത്തിറങ്ങുമ്പോൾ ആ പുറത്തിറങ്ങുന്ന സമിതി 10-24 ദിവസത്തെ ക്യാമ്പാണ്. ഈ ക്യാമ്പെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നമുക്ക് കളിക്കാൻ പറ്റുന്ന ചിലപ്പം 100 കളി പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് ആകപ്പാടെ കിട്ടുന്നത് ഒരു 35 കളി 45 കളി. അത് ഇപ്പോഴാണ് ഈ 2 വർഷങ്ങൾക്ക് ശേഷം 10 മണിക്ക് ശേഷം ഇത് നടത്താൻ പാടില്ലെന്ന് കോടതി ഉത്തരവ്. നമുക്ക് തന്നെ ഒത്തിരി പ്രോഗ്രാം നമുക്ക് ക്യാൻസലായി. ഒരു 31-ാം തീയതി എൻ്റെ ഒരു വേണ്ടപ്പെട്ട ജ്യേഷ്ഠൻ്റെ ഒരു സമിതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ക്യാൻസലായി. ഒരു തുച്ഛമായ 3-4 ദിവസത്തിന് മുമ്പാണ് കമ്മിറ്റിക്കാർ ഇൻഫോം ചെയ്തത്. അതായത് മൈക്കോറിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാം ക്യാൻസലായി. നമസ്കാരം. യാദൃശ്യമാണ് നമ്മളിവിടെ വെച്ചത് കാണുന്നത് അല്ലേ? ഇപ്പോൾ ഉജ്ജയിനി തിരുവനന്തപുരം കാരാളി ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ദിനം ഉത്സവ ആഘോഷത്തോടനുബന്ധിച്ച് ഇവിടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാനായിട്ട് വന്നതാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? എൻ്റെ പേര് രാജേഷ്. ഉജ്ജയിനി തിയേറ്റേഴ്സിൻ്റെ ഞാൻ അതിൻ്റെ കാര്യദർശിയാണ്. അദ്ദേഹത്തിൻ്റെ പേര്? ഓക്കെ. എങ്ങനെയൊക്കെയുണ്ട് പരിപാടി? ഉത്സവ സീസണല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെയുണ്ട് ഉത്സവ സീസൺ? കുഴപ്പമില്ല സാറേ. പക്ഷേ സംബന്ധിച്ച് നമുക്കിപ്പോൾ മൈക്കോറിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏതാണ് മൈക്കോറിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പ്രോഗ്രാമുകൾ പല സമിതികൾക്കും പല രീതിയിലും പല പ്രോഗ്രാമുകളും ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നേരെയായി അടുത്ത വർഷം നല്ലൊരു സീസൺ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൈക്ക് സൗണ്ട് ഒരു 10 മണി ഒരുപാട് റെസ്ട്രിക്ഷൻ ആയിരിക്കുകയാണ് ഇപ്രാവശ്യം അല്ലേ? 10 മണിക്കും 10 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയെല്ലാം അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോഴും. അത് ഈ കലയുമായി നടക്കുന്നതായ ആയിരക്കണക്കിന് ആൾക്കാരാണ് നമുക്ക് ഉള്ളത് അല്ലേ? അപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് യഥാർത്ഥത്തിൽ. ഒരു നാടകമോ അല്ലെങ്കിൽ മറ്റ് ബാലെ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുമ്പോൾ എത്രയോ മാസത്തെ കഠിന പ്രയത്നമാണ്, അതിന് എഫർട്ടാണ് അല്ലേ? ഒരുപാട് ലക്ഷക്കണക്കിന് രൂപയാണ് ചിലവ് അല്ലേ? അപ്പോൾ ഒരവസരമാണ് ഏതാണ് ഉത്സവം എന്ന് പറയുന്നത് അല്ലേ? ഒരുപാട് പേർക്ക് ജീവന ഉപാധിയും കൂടെയാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ റെസ്ട്രിക്ഷൻ, ഈ 10 മണി വരെയുള്ളതായ പരിപാടി 10 മണിക്ക് നിർത്തണമെന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം വേദന, എന്തുമാത്രം ആ കഷ്ടപ്പാടുകൾക്കെല്ലാം ദുരിതമല്ലേ? ദുരിതത്തിനോടുകൂടി ദുരിതമാണ്. അതിനെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? നമ്മുടെ അഭിപ്രായം എന്താണ്? കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം രാവിലെ വരെ നമുക്ക് പരിപാടി, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല അല്ലേ? അത് ഉത്സവം എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്ത് പറയാം, ഈ കലാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉത്സവം പൂർണ്ണമാവുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ മൈക്കോറിൻ്റെ പ്രശ്നങ്ങളുണ്ട്. 10 മണിക്കുള്ളിൽ ചുരുക്കുകയാണ്. പലവരും പ്രോഗ്രാം ബുക്ക് ചെയ്ത പ്രോഗ്രാം പല സമയത്ത് പ്രോഗ്രാം ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര നമ്മുടെ ഈ 10-16 പേരിലേക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ഞങ്ങളുടെ ക്യാമ്പ്. അതുമാത്രമല്ല വീടിൻ്റെ പ്രമാണങ്ങൾ കൊണ്ട് പണയം വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണ് ഞങ്ങൾ സീസൺ കാണുന്നത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഈ വർഷം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അത് പ്രയാസമുണ്ട്. ഈ പൈസ ഒന്നും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, പിന്നെ അതിന് എല്ലാ സംഘടനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേർന്ന് ഞങ്ങൾക്ക് ആ ഒരു സമയപരിമിതികൾ മാറ്റി ഞങ്ങൾക്ക് കലാകാരന്മാർക്കെല്ലാം സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകണമെന്നാണ് ഞങ്ങൾ പരിപാടിയൊക്കെ നടത്തുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഒന്നും വലിയ പ്രശ്നമില്ല. ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ചില വിഷയങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം. ഈ കാരണം ഇപ്പോൾ അങ്ങനെയുള്ളതായ ഉത്സവ ആഘോഷങ്ങൾ നടത്തുമ്പോൾ കുറേ അധികം പ്രശ്നം. പക്ഷേ അത് നമ്മളെപ്പോലുള്ളവർക്ക് അല്ലേ, ഇത് ഉപജീവനമായി കൊണ്ട് നടക്കുന്നവർക്ക് വലിയൊരു പ്രശ്നമാണ് തന്നെയാണ് അല്ലേ? സാമ്പത്തികമായ ഇദ്ദേഹം പറഞ്ഞല്ലോ, എന്താ പ്രമാണമൊക്കെ കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് ലക്ഷ്യങ്ങൾ. അതൊക്കെ വലിയ കഷ്ടമാണ് തന്നെ. കാരണം കലയോടുള്ളതായ അഭിനിവേശമാണ് യഥാർത്ഥത്തിൽ അല്ലേ? മാക്സിമം ഒരു പുതിയ പ്രോഗ്രാം വെച്ച് ഞങ്ങൾക്ക് 3-4 മാസത്തെ കഠിന പ്രയത്നമാണ്. കാണിച്ച റെക്കോർഡിങ്, സ്ക്രിപ്റ്റ്, പിന്നെ അതിലൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളാണ്. പിന്നെ അതുമാത്രമല്ല 10-25 ദിവസത്തെ ക്യാമ്പ്, അങ്ങനെ ഒരുപാട് പേര് ഇതിലേക്ക് വേണ്ടി ആ ഒരു നമ്മുടെ ആ സീസൺ ഇതുകൊണ്ട് വളരെ നേട്ടങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയില്ല. കലാഫീൽഡുമായിട്ട് നമുക്ക് ഭയങ്കര ഒരു അഭിനിവേശം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അതിങ്ങനെ ഒരു നമ്മുടെ പല ഈ മൈക്കോറിൻ്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ അത് ചുരുങ്ങി പോകുന്നത് കൊണ്ട് മാനസികമായിട്ട് ഞങ്ങൾക്ക് മുടക്കുന്ന മുതൽ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഈ സമിതിയുടെ മുതലാളിയുടെ പേരെന്ന് വെച്ചാൽ ഗിരീഷ് കുമാർ.
അറിയാവുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ എന്താ പറയുക, ഈ നമ്മുടെ പുതിയ പ്രോഗ്രാം ഇറങ്ങിയിട്ട് ഇതുവരെ ഇട്ട കാശ് ഇതുവരെ അദ്ദേഹം തിരിച്ചെടുത്തിട്ടില്ല. ഭയങ്കര കാണിച്ച പലിശ പൈസയും അങ്ങനെയൊക്കെ വീടൊക്കെ പ്രമാണമൊക്കെ പണയത്തിലിരിക്കുകയാണ്. അത്രയും ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം അനുഭവിച്ചത്. എന്തു പറയും, കുറച്ച് കലാകാരന്മാർ അതുകൊണ്ട് എന്തെങ്കിലും ഇതായിട്ട് കഴിഞ്ഞു പോകുന്നു മാത്രമല്ല, അദ്ദേഹത്തിന് ഇതിൽ നിന്ന് ₹1 ബാലൻസ് കിട്ടുകയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് എന്തു പറയാം, പ്രയാസമുണ്ട്. എന്നാലും നമ്മൾ ആ പ്രയാസങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് ഞങ്ങൾ ആരെങ്കിലും യഥാർത്ഥത്തിലൊരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോൾ കാണികളായ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ സന്ദോഷിപ്പിക്കുമ്പോൾ, മാനസികമായി സന്തോഷിപ്പിക്കുമ്പോഴും നമ്മൾ അറിയാതെ അല്ലേ, അവരറിയുന്നില്ല ഇതിൻ്റെ പിന്നിലുള്ളതായ സങ്കടം അല്ലേ. കരയുന്ന നടന്മാരാണ് നമ്മുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്നത്, അവരറിയുന്നില്ല അല്ലേ. അതിനൊരു മാറ്റം വരണം. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് സാർ പറഞ്ഞ അവസ്ഥ. എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് അതിനു വേണ്ടി എല്ലാവരും ശ്രമിച്ചാൽ പല കുടുംബങ്ങളങ്ങനെ രക്ഷപ്പെട്ടു പോകും. പരിപാടികൾ പണയാൻ പറ്റും, ആധാരങ്ങൾ പണയാൻ പറ്റും, അതെല്ലാം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പിടിക്കാനാവുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അത് എല്ലാവരും ചേർന്ന്, അതുമാത്രമല്ല പുള്ളി സ്റ്റോക്കൊക്കെ വന്ന് പിന്നെ കണ്ണൊക്കെ ഓപ്പറേഷൻ ചെയ്ത് അതെ ഒരു 4 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് അദ്ദേഹം ഈ കുട്ടിക്കാലം അദ്ദേഹം കലാഫീൽഡ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് മരിക്കുന്നത് വരെ എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കണം എന്ന് കരുതി ഇറങ്ങിയ ഒരു വ്യക്തിയും കൂടെയാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ചില ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ ഇപ്പോൾ തീരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്ന ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് ഈ ഇങ്ങനെയുള്ള ചെറിയ ഒരു ഇതാണ് അദ്ദേഹത്തിന്റെ ആശ്വാസം. എന്താ പേര്? രാജനാണ്. എന്താ ഇവിടെ ഉജ്ജയിനി തിയേറ്റേഴ്സിന്റെ കൂടെ വന്നതല്ലേ? സാരഥിയാണ്. എത്ര വർഷം കൊണ്ട്? 5-6 വർഷം കൊണ്ട് ഇവരോടാണ്. ഇതിനു മുമ്പ് വരെ പറയുന്നത് ഇവരെ ഉജ്ജയിനി ട്രൂപ്പിനോട് 5 വർഷം ഉണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 10 മണി വരെയൊക്കെ നമ്മുടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കാനുള്ളതായ പരിപാടി നിർദ്ദേശമുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും? ഇവർ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. കാര്യങ്ങൾ അതേപോലെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സാറേ 10 മണി വരെ മൈക്കാട് ബന്ധപ്പെടുത്തിയതിന് എനിക്ക് ഉണ്ടായിരുന്ന പ്രോഗ്രാം തന്നെ എൻ്റെ ഓർമ്മയിൽ എനിക്ക് നേരത്തെ ബുക്ക് ചെയ്തതിൽ ഒരു 10 പ്രോഗ്രാം ഏറ്റവും വേണ്ട ഇത് മൈക്കാടിൻ്റെ പ്രശ്നത്തിൽ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തെന്നുള്ള പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ വലിയ പ്രതീക്ഷ, വളരെ വേദനാജനകമാണ്. 2-3 സ്റ്റേജ് നമ്മൾ ഒരു ദിവസം കളിച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്റ്റേജ് തന്നെ 10 മണി വരെ പരിധി വന്നപ്പോൾ നമ്മൾ ഈ ബാലയൊക്കെ 10 മണിക്ക് ശേഷം ഒക്കെയാണ് കൂടുതലും പ്രോഗ്രാമുകൾ സ്റ്റേജുകളിൽ വയ്ക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബാല പ്രോഗ്രാം അതായത് ഈ സീസണിൽ 3-1 ഇതുപോലും ഇല്ലാത്ത അവസ്ഥയാണ് സാർ. എല്ലാവർക്കും വേദനയാണ്. ഡ്രൈവർ എന്നുള്ളതിൽ എനിക്കും. എത്ര വർഷമായി ഈ സമിതിയിൽ കയറിയിട്ട്? 3 വർഷമായി. ഈ 3 വർഷത്തിനിടയിൽ ഇപ്പോൾ ചോദിച്ചത് തുടങ്ങിയ 3 വർഷത്തിന് ശേഷം ഈ അടുത്ത സമയത്ത് ഈ സംവിധാനങ്ങൾക്ക് കുറേ മാറ്റമുണ്ടായി. 10 മണിക്ക് ഇത് പരിപാടിയൊക്കെ ക്ലോസ് ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. അത് എന്തുമാത്രം ഈ കലാകാരികളെ കലാരംഗത്ത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് പറയാമോ? പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി കലാകാരന്മാരെന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു കലയാണ് നമ്മുടെ നൃത്തനാടകം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇവിടെ ഇപ്പോൾ നിലവിൽ വന്നിരുന്നത്. 10 മണി വരെ പ്രോഗ്രാം നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടത്. അപ്പോൾ അത് ഒരു മറ്റുള്ളവർക്കൊരു വലിയ, നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് കലാകാരികൾക്കൊക്കെ വലിയ ഒരു പ്രശ്നം തന്നെയാണ്. അതൊന്ന് മാറ്റി അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഒരു ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ കറണ്ടിൻ്റെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ ഒന്നും പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഈ സീസണിൽ ഉത്സവം വരുമ്പോഴത്തേക്കും ഇത് തന്നെയാണല്ലോ കലാകാരന്മാരോട് പരിപാടി വെച്ച് നടത്താനല്ലേ ഈ അമ്പലങ്ങളിൽ ഇങ്ങനെ ഇത് വരുന്നത്. അപ്പോൾ അത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണ്ടേ? അതൊന്ന് ക്യാൻസൽ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഒരു നൃത്തനാടകം ജസ്റ്റ് നിങ്ങൾ നൃത്തനാടകത്തിൽ ഉൾപ്പെടുന്നവരാണ് ഉജ്ജയിനി തിയേറ്റേഴ്സ്. അപ്പോൾ അവിടെ വരുമ്പോൾ എത്ര മാസത്തെ കഠിന പ്രയത്നം, ഒരു പുതിയ സ്ക്രിപ്റ്റ് ചെയ്ത് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ എത്ര മാസത്തെ കഠിന പ്രയത്നമായിരിക്കും സാർ? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു പ്രൊഡ്യൂസർ 3, 4, 5, 6 എൻ്റെ കണക്കുകൂടലാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഒരു സമിതി പുറത്തിറങ്ങുമ്പോൾ ആ പുറത്തിറങ്ങുന്ന സമിതി 10-24 ദിവസത്തെ ക്യാമ്പാണ്. ഈ ക്യാമ്പെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നമുക്ക് കളിക്കാൻ പറ്റുന്ന ചിലപ്പം 100 കളി പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് ആകപ്പാടെ കിട്ടുന്നത് ഒരു 35 കളി 45 കളി. അത് ഇപ്പോഴാണ് ഈ 2 വർഷങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ, കാരണം അവർ 10 മണിക്ക് ശേഷം ഇത് നടത്താൻ പാടില്ലെന്ന് കോടതി ഉത്തരവ്. നമുക്ക് തന്നെ ഒത്തിരി പ്രോഗ്രാം നമുക്ക് ക്യാൻസലായിപ്പോയി. നമ്മളെല്ലാം രാവിലെ ഒരുങ്ങി നിന്ന് വളരെ പ്രതീക്ഷയോടെയായിരുന്നു. കാരണം ഇതുകൊണ്ട് ഉപജീവന മാർഗം
നടത്തുന്നതാണ് നമ്മളെല്ലാവരും. ഈ സീസണിൽ 4 മാസത്തെ കളിയാണ് ഈ കലാകാരന്മാരാകെ കിട്ടുന്ന നേട്ടം. അതിങ്ങനെ സർക്കാർ അഹമടിച്ച് അടച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ക്ഷേത്ര ആചാരങ്ങൾ തന്നെ 10 മണിയാകുമ്പോഴേ തീരും ദീപാരാധന കഴിയുമ്പോൾ. അപ്പോഴേ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അതോ സപ്പോസ് ചെറിയ പ്രോഗ്രാം വെച്ചാൽ തന്നെ നമുക്ക് 8 മണിക്ക് തുടങ്ങിയാലും 10 മണിക്ക് മുമ്പ് തീരില്ല. കാരണം പ്രോഗ്രാം 2.5 മണിക്കൂർ കാണും. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രശ്നങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ ഉജ്ജയിനി ടീമിലെ എല്ലാവർക്കും പറയാനുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര്? എൻ്റെ ഒരു ബിനുവാണ്. ബിനു, പക്ഷേ ഒരു 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുകയാണ്. അത് ഈ മുതൽ മുടക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യുന്നുള്ളത്? റീസെറ്റ് 3 വർഷം ഈ പ്രോഗ്രാം കളിച്ചാൽ മാത്രം പോരാ. ഒരു വർഷം 110 പ്രോഗ്രാം ചെയ്യണം. എന്നാൽ മാത്രമേ പ്രൊഡ്യൂസറിന്, ഈ പറയുന്ന പ്രൊഡ്യൂസറിന് കിട്ടുന്ന ചിലപ്പോൾ 2000 രൂപയായിരിക്കും. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ആർട്ടിസ്റ്റ് കിട്ടുന്ന പ്രതിഫലം പോലും ചില പ്രോഗ്രാമിന് കിട്ടാറില്ല. അമ്പലപ്പറമ്പിൽ ചെന്നിറങ്ങിയാൽ ഭയങ്കര ബാർഗെയിനിങ്ങാണ് ഈ പ്രോഗ്രാമിന്. ബാലാക്കാരെന്ന് പറയുമ്പോൾ അവർക്കൊരു നിസ്സാരമായുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ പറഞ്ഞാൽ അവർ പറഞ്ഞാൽ 20,000 രൂപ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമോ, 15 രൂപയ്ക്ക് പ്രോഗ്രാം ചെയ്യും എന്നൊക്കെയാണ് ഈ ഇതിൻ്റെ ഇടയിലുള്ള സംസാരം. ഇത് ഭയങ്കര ഒരു അരാജകത. അത് ഈ ബാലാക്കാരോട് മാത്രമാണ്, നാടകക്കാരോടില്ല, ഗാനമേളക്കാരില്ല, പച്ചയ്ക്ക് തെറി വിളിക്കുന്ന മിമിക്സുകാരോട് പോലും അവർക്കിതില്ല. നമ്മളോടൊരു അവജ്ഞാ മനോഭാവമാണ് ഭക്ഷണം തരാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. ഈ ബാല എന്ന് പറഞ്ഞ കലാകാരന്മാർക്ക് വളരെ കഷ്ടപ്പാടാണ് ഇപ്പം ഈ ഫീൽഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കെയറിംഗ് ഇല്ല. കാര്യം അവർ ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു റൂമില്ല. അവർക്ക് നല്ലത് കാര്യം ഈ ഒരു കലയെന്ന് പറയുന്നത് ഈ കലയോടല്ല, സാധാരണ അതായത് നാടൻപാട്ട്, അതുപോലെ ഈ വച്ചുകെട്ടി, ഈ ഘോഷയാത്ര ചെയ്യണം, അങ്ങനെ കുറെ ഒത്തിരി കലാകാരന്മാരുണ്ട്. ഭയങ്കരമായി അവഗണനയുടെ പുറത്താണ്. അത് ഇവർ മാത്രമല്ല, ഈ എല്ലാവരും ക്ഷേത്ര പരിസരങ്ങളിൽ, നമ്മുടെ ക്ഷേത്രങ്ങളുള്ളതില്ല, ഈശ്വരാനുഗ്രഹമുള്ളതുകൊണ്ട് ഈ അമ്പലങ്ങളില്ലെങ്കിൽ നമുക്ക് വേറെ, കാരണം ഒരു പള്ളിയിൽ ഒരു പ്രോഗ്രാം വയ്ക്കില്ല ബാലയൊന്നും ഇല്ല. അത് ഭയങ്കര അവരവരുടേതായ ഇത് മാത്രമേ നടത്താറുള്ളൂ. പക്ഷെ അമ്പലമാണ് നമ്മളെ ഏറ്റവും വലിയ പ്രതീക്ഷ. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രോഗ്രാമുകൾ വരിക എന്നൊക്കെയാണ് ഞങ്ങളൊരു ആവശ്യം. അപ്പോൾ ഈ പ്രോഗ്രാം കൂടുതൽ നേരത്തെ 2-3 പ്രോഗ്രാം ഓരോ ഇത് കിട്ടുമായിരുന്നു നാടകത്തിനായാലും മറ്റ് സമിതിക്കൊക്കെ. ഇപ്പോൾ അതിനുള്ളതായ സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ്. കാരണം 10 മണിക്ക് മുമ്പ് പരിപാടി നിർത്താം. അതൊരു വലിയൊരു പ്രശ്നം. ഭയങ്കര അടിയായിപ്പോയി. കലാകാരന്മാരോട് നിൽക്കുന്ന സർക്കാർ, അതായത് തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്ന സർക്കാരാണ് ഇപ്പോഴത്തെ ഭരണം മുന്നോട്ട് കൊണ്ടത്. പക്ഷെ തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്നില്ല അവർ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരുണ്ടെങ്കിൽ എന്തുമാത്രം ആൾക്കാരാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നത്. ഭയങ്കരമായിട്ട് ഞങ്ങൾ പ്രോഗ്രാമുകൾ വരിക എന്നൊക്കെയാണ് ഞങ്ങളൊരു ആവശ്യം. അപ്പോൾ ഈ പ്രോഗ്രാം കൂടുതൽ നേരത്തെയൊക്കെ ആണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പൊക്കെ 2-3 പ്രോഗ്രാം ഇത് കിട്ടുമായിരുന്നു നാടകത്തിനായാലും മറ്റ് സമിതിക്കൊക്കെ. ഇപ്പോൾ അതിനുള്ളതായ സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ്. കാരണം 10 മണിക്ക് മുമ്പ് പരിപാടി നിർത്താം. അതൊരു വലിയൊരു പ്രശ്നം. ഭയങ്കര അടിയായിപ്പോയി. കലാകാരന്മാരോട് നിൽക്കുന്ന സർക്കാർ, അതായത് തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്ന സർക്കാരാണ് ഇപ്പോഴത്തെ ഭരണം മുന്നോട്ട് കൊണ്ടത്. പക്ഷെ തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്നില്ല അവർ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരുണ്ടെങ്കിൽ എന്തുമാത്രം ആൾക്കാരാണ് ഈ പോലുള്ള പാവങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഇതേ ഉള്ളൂ മാർഗങ്ങൾ. ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ക്ഷേമനിധി ഉണ്ട്. അത് കൃത്യമായിട്ടും അത് കിട്ടിയത് എപ്പോഴെന്ന് വെച്ചാൽ കൊറോണ സമയത്ത് എനിക്കറിയാവുന്ന ഒരു 3-4 പേർക്ക് ഒരു 1000 രൂപ വെച്ച് കിട്ടും. നമ്മളൊക്കെ തുടങ്ങിയ വാർദ്ധക്യമായില്ല, 60 വയസ്സായാലേ ഇതിന് പെൻഷൻ കിട്ടും. ക്ഷേമനിധിയിൽ ചേരാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം എന്തിനാണ് ക്ഷേമനിധി ചേരണമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം ഒന്നും കിട്ടില്ല. ഞങ്ങൾ കയ്യിരിക്കുന്ന പൈസ ഒരു 6 മാസം ആകുമ്പോൾ 1500 രൂപ അല്ലെങ്കിൽ ഇത്ര രൂപ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനൊരു നേട്ടമില്ല കേട്ടോ. ചുമ്മാ അങ്ങനെ കലാകാരന്മാർ, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് വിലയില്ലാത്തത് ബാല കലാകാരന്മാർക്ക്. അതൊരു ഭയങ്കര വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും ഇപ്പോൾ നാടകത്തിലും ഒന്നിനും അഭിനയിക്കാൻ പറ്റില്ല. പല മേഖല പല ഇഷ്ടത്തിലോട്ട് കടന്നു ചെല്ലാനാണ് ആൾക്കാർക്ക്. തീർച്ചയായും ഒരു മാറ്റം വരണം. മാറ്റം വരണം അല്ലേ? മാറ്റം വരണം. പുതിയതായിട്ട് നല്ല മാറ്റങ്ങൾ സർക്കാർ തന്നെ കൊണ്ടുവരണം. പക്ഷേ സമിതിയുടെ പ്രശ്നങ്ങളെയൊക്കെ കുറിച്ച്, പൊതുവായിട്ടുള്ളതായ സമിതിയെക്കുറിച്ചുള്ളതായ, സമിതിയുടെ ഇപ്പോഴത്തുള്ളതായ പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് അവർ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. നിങ്ങളുടെ സമിതിയിൽ ഇങ്ങനെ പ്രോഗ്രാം ബുക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്തിട്ടുള്ളതായ അനുഭവങ്ങളുണ്ടായിരുന്നു? ഇപ്പോൾ ഈ അടുത്ത, അതായത് നമ്മൾ ഈ മാസം തന്നെ ഒരു 31-ാം തീയതി എൻ്റെ ഒരു വേണ്ടപ്പെട്ട ജ്യേഷ്ഠൻ്റെ ഒരു സമിതിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ക്യാൻസലായി. ഒരു തുച്ഛമായ 3-4 ദിവസത്തിന് മുമ്പാണ് കമ്മിറ്റിക്കാർ ഇൻഫോം ചെയ്തത്. അതായത് മൈക്ക് ഓർഡറിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാം ക്യാൻസലായി. പക്ഷേ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ പല ഗ്രൂപ്പുകളിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത് ഭീമമായ, അതായത് 10-25 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ആ പ്രോഗ്രാം ചെയ്തത്. അദ്ദേഹം അടുത്ത വർഷത്തേക്ക് പുതിയ കഥ അനൗൺസ്മെൻറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്ത് അദ്ദേഹം കടക്കണി എന്ന് വെച്ചാൽ അങ്ങ് ആ അവസ്ഥയിലാണ്. പക്ഷെ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി, കാരണം അത് അദ്ദേഹം സാരഥിയാണ്, ആർട്ടിസ്റ്റാണ്, സംഘാടകനാണ്. പക്ഷേ ഈ ഇത്രയും ആൾക്കാരെ 10-20 പേരെ അദ്ദേഹം നയിച്ചു കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് വേണ്ടി ആ ഒറ്റ ദിവസം കൊണ്ട് ആ പ്രോഗ്രാം ക്യാൻസലാവുമെന്ന് പറയുമ്പോൾ വേറൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും വിളിച്ച് ആ സമയത്ത് പ്രോഗ്രാം കിട്ടില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വിഷമമായിപ്പോയി. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഒരു സമിതിയുടെ സെക്രട്ടറിയാണ്. പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വിഷമം അത് തീർച്ചയായിട്ടും നാളെ നമുക്ക് സംഭവിക്കാം.
പക്ഷെ അത് തീർച്ചയായിട്ടും കമ്മിറ്റിക്കാർ അത് മനസ്സിലാക്കണം, സംഘാടകൻ്റെ വിഷമം എന്താണ്. 10-25 ലക്ഷം രൂപ മുടക്കി ഒരു സാധനം, ഒരു കഥ ചെയ്ത് വച്ചിരിക്കുമ്പോൾ അതിൽ പല പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഇത്രയും ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ ഇത്ര കളി കൊടുക്കാമെന്ന് പറഞ്ഞ് കൂടെ നിർത്തിയിരിക്കണം. അപ്പോൾ അവർ എല്ലാവരും നിൽക്കുന്ന സംഘാടകൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞു എന്തുകൊണ്ട് ഞങ്ങൾ കളിയില്ല. പക്ഷെ നടക്കുന്ന സംഭവങ്ങൾ ഇതാണ്, ആരും സംഘാടകൻ്റെ വിഷമം അറിയുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാവരും സംഘാടകരായാലും ശരി തന്നെ സംഘാടകരുടെ വിഷമങ്ങൾ കമ്മിറ്റിക്കാരും അതേപോലെ നമ്മുടെ നിയമപാലകരും അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് അത് മനസ്സിലാക്കി പാവപ്പെട്ട കലാകാരന്മാർ നമ്മുടെ അതായത് നാടകം, ഗാനമേള, മിമിക്സ്, പല ഈ കലാഫീൽഡിൽ നിൽക്കുന്ന പല ഇതിലും ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ എല്ലാവരും ഓർത്ത് ഈ കലാകാരന്മാരെ രക്ഷിക്കണമെന്ന് താഴ്മയെ ഞാൻ അപേക്ഷിക്കുന്നു. കാലം എന്ന് പറയുമ്പോൾ ഒരു 4 മാസം കിട്ടും അല്ലേ? 4 മാസം. ഈ 4 മാസം കൊണ്ടാണ് അടുത്ത ഒരു ഇത്രയും മാസങ്ങൾ വരുന്ന മാസങ്ങളിൽ ഉപജീവനത്തിൻ്റെ ഒരു മാർഗമാണ്. തീർച്ചയായും ഒരുപാട് ബാധ്യതകൾ കാണും. അതെ സാർ, അല്ലേ? ഇത് ഈ 4-5 മാസം കൊണ്ട് ഇത് മാത്രം ഉപജീവനമായിരിക്കുന്ന ആൾക്കാരുണ്ട്. ജോലിയില്ല, അവർ ഇതിലേക്ക് വേണ്ടി, അതായത് നമുക്ക് ഒരു മാസം ക്യാമ്പാണ്. അതിന് അവർക്ക് സംഘാടന എന്തുമാത്രം ചിലവ് വരുമെന്ന് ആലോചിക്കണം. അതുമാത്രമല്ല ഇതിൽ ആർട്ടിസ്റ്റുകളും അവർക്കും പല കാര്യങ്ങളുണ്ട്. വീട്, മാരേജ് ആയവരുണ്ട്, കുട്ടികളുണ്ട്, അതിൻ്റേതായുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. കാരണം വെച്ചാൽ പ്രോഗ്രാം പെട്ടെന്ന് ക്യാൻസലാവുക, അല്ലെങ്കിൽ പ്രോഗ്രാം ഇല്ല. പല സമിതികളും നല്ല പ്രോഗ്രാമുകൾ ചെയ്തു വെച്ചിട്ട് കളികളില്ലാത്ത നാടകമായാലും ഗാനമേളായാലും ബാലയായാലും നൃത്തനാടക ഫീൽഡിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതുപോലെ മൈക്കോടൻ്റെ പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായിട്ട് വേണം. നമുക്ക് ഫസ്റ്റ് വർഷമൊക്കെ നമുക്ക് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന 110 സ്റ്റേജ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പ്രോഗ്രാം അതിൻ്റെ പകുതിയോളം ചുരുങ്ങിയിരിക്കുക. കാരണം വെച്ചാൽ സമയം അവർ വിളിച്ചു പറയുന്നത് വെച്ചാൽ നമ്മുടെ ഉജ്ജയിനി സമിതിക്ക് തന്നെ ഇതേപോലെ മൈക്കോറിൻ്റെ പ്രശ്നം വന്ന് ഞങ്ങൾക്ക് എല്ലാം ഓക്കെ ആയത് ഞങ്ങൾക്കത് ക്യാൻസൽ ചെയ്തു. അതുപോലെ എഗ്രിമെൻറ്റ് വന്ന പരിപാടി ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെയുള്ള പല പ്രയാസങ്ങളുണ്ട് സാറേ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് കലാകാരന്മാരെ രക്ഷിക്കണമെന്നാണ്. സാർക്ക് നിയമമാണ് അതിനെ തടസ്സമായിട്ട് നിൽക്കുന്നത്. അതെ സാർ, നിയമം അതിനൊരു മാറ്റം സർക്കാർ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പറ്റൂ. ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നതായ 10,000-കണക്കിന് ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ ഉപജീവന മാർഗത്തിന് ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കണമെങ്കിൽ തീർച്ചയായും ഒരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതെ സാറേ. കാരണം വെച്ചാൽ ഇതിൽ രാഷ്ട്രീയക്കാർ പല ഇതുകൊണ്ട്, പക്ഷേ ഇത് രാഷ്ട്രീയമല്ല, ഇത് കലാകാരന്മാരെല്ലാവരും നമ്മളെ ഈ ഒരു സമിതിക്കകത്ത് എല്ലാ ഗ്രൂപ്പിലുള്ള, അതായത് ഇപ്പം BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും എല്ലാ ആൾക്കാരും ഉണ്ട്. അത് കലാകാരനാണ്. ഇതിനകത്ത് നമുക്ക് ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല. എല്ലാവരും ഒറ്റക്കാണ്. ഞങ്ങളൊരു കുടുംബമാണ്. അപ്പോൾ ഈ 16 പേര് 20 പേര് ഒരു കുടുംബത്തിനകത്ത് നിൽക്കുന്നത് ഞങ്ങൾ പല പ്രതീക്ഷയോടെ ഒരു വർഷം നിൽക്കുകയാണ്. ഇതിനകത്ത് ഞങ്ങളുടെ തൊഴിലെന്ന് വെച്ചാൽ നമ്മുടെ കലാജീവിതമാണ്, നമ്മുടെ ഉപജീവനമാണ്. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് വഴിമുട്ടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് എല്ലാവരും കണ്ടുറന്നൊന്ന് കണ്ട് ഞങ്ങൾ അടുത്ത സീസണെങ്കിലും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ഈ സമയ പരിമിതികൾ മാറ്റി ഞങ്ങൾ വീണ്ടും കലാ ഫീൽഡ് നല്ല സജീവമായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും സഹകരിച്ച് ഞങ്ങളൊപ്പം നിൽക്കണം. കലാകാരന്മാരെ കൈവിടരുത് എന്നൊരു പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്കുള്ളൂ.